ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ഗെയിംസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴേ നമ്മളൊരു ഈക്കോ എടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന്. അപ്പം അതിൻ്റെ ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് RT ഓഫീസിൽ കൊണ്ട് കാണിക്കണം. അപ്പം വെഹിക്കിളിനെ കാണിക്കാൻ പോയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയെല്ലാം കണ്ടീഷന് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റിയർ വൈപ്പറുണ്ട്, റിയർ വൈപ്പറുണ്ട്, ഫുൾ ഓപ്ഷനാണ്. അപ്പം നമ്മളത് നേരെ എന്നിട്ട് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്തോണ്ട് പോകാം. വണ്ടി റോളാകുന്നുണ്ട്. ബ്രേക്ക് ഒട്ടി പിടിച്ചേക്കുവാണേ, ഇല്ല വണ്ടി റോളായിപ്പോൾ. നമ്മൾ സെക്കൻഡ് ഇട്ട് അങ്ങോട്ട് പൂശിയെടുക്കുകയാണ്. കറക്റ്റ് നേരെ പോകാം. റൈറ്റ് ഒരുപാട് പിടിക്കുന്നില്ല. അപ്പോൾ ഇത് പുതിയ ഈക്കോയാണ്. പഴയ ഈക്കോയുടെ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ അല്ല, ഒരു പൊട്ട സ്റ്റിയറിംഗ്. ഐ തിങ്ക് ഒരു 2 സ്പോക്ക് ആണെന്ന് തോന്നുന്നു. അവിടെ മഴ ഇടയി ഇനിയിപ്പോൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ചെളിയാവും കുന്തം. ഒരാവശ്യമില്ലായിരുന്നു. എന്താ ചെയ്യും, മഴയും പെയ്ത് ടെസ്റ്റ് കിട്ടുമോ ഇനിയിപ്പം? ആണെങ്കിൽ ഒരു കിട്ടുമായിരിക്കുമല്ലേ. മഴ ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക്. പറക്കാം. സെക്കൻഡ് ഇട്ട് നേരെ കാല് കൊടുത്തെടുത്താൽ കഴിഞ്ഞാൽ വണ്ടി പറന്നും കയറും. ഒറ്റക്കേറ്റ വണ്ടി. അത്യാവശ്യം ലാഗായിട്ട് തോന്നുന്നുണ്ട്, മഴ പെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു റെയിനി ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓണാക്കി കഴിഞ്ഞാൽ ലാഗാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൻ ഉണ്ടാകത്തേ ഇല്ല. ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്തിട്ട് റെയിൻ കാണത്തില്ല. നമ്മൾ റെയിനി ഫീച്ചറും ഞാനൊക്കെ ഓഫ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഇച്ചിരി ലേറ്റായി പോയി, എല്ലാവരും ക്ഷമിക്കുക. നമുക്കെന്തായാലും ഇനി തൊട്ട് പൊളിക്കാം. വണ്ടി ചെറുതായിട്ടൊന്ന് വെട്ടിപ്പോയി കേട്ടോ. പറപ്പിച്ചങ്ങ് വിടാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 60 കയറിയിട്ടുണ്ട് വണ്ടി. നിങ്ങൾ ഡിജിറ്റൽ മീറ്റർ നോക്കണ്ട കേട്ടോ, ഒരു മാനുവൽ മീറ്റർ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മീറ്റർ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കാണിക്കുന്നത്. ഞാനെപ്പോഴും അനലോഗ് ആണെങ്കിൽ അനലോഗ് നോക്കും, വർക്ക് ചെയ്യുന്നതാണെങ്കിൽ. അതാകുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഒരുവിധം എത്താറാൻ തോന്നിയില്ല ഗൈസ്. നമ്മൾ മെഡിക്കലിൻ്റെ അവിടെ എത്തിയിട്ടുള്ളത്. ബസ്സുകാരൻ പാസ്സൊക്കെ അടിച്ച് പറന്നു വരുന്നു. അപ്പം ക്രാഷ് കാർഡൊക്കെ ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ക്രാഷ് കാർഡെല്ലാം വെച്ച് വരുന്നതായിരിക്കും. അപ്പോൾ മഴയെല്ലാം ഒരുവിധം നിന്നിട്ടുണ്ടേ. ഓക്കെ, എവിടെയോ ആയിരുന്നു ഇത്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്താണ്. ഇത് തന്നെ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈക്കോ കയറ്റിയിട്ടേക്കാം. കയറ്റിയിട്ടിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് സാറുമാരോടൊക്കെ ഒന്ന് ചോദിക്കട്ടോ. അപ്പം ഞാൻ മിറർ ഓഫ് ചെയ്തിട്ടേക്കാണ്. ബാക്ക് കാണിയല്ല, പാടാണ്. ഞാൻ എന്തായാലും ഒന്ന് മിറർ ഒന്ന് ഓണാക്കണം. എന്തായാലും മിറർ ഒന്ന് ഓണാക്കിയേക്കാം. ബാക്ക് കാണാം. ലാഗ് അടിക്കുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ലാഗായേക്കും. ഇപ്പോൾ ലാഗാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തേക്കാം. എന്തായാലും വണ്ടി ഇറക്കട്ടെ ഗൈസ്. പോരട്ടെ. ഇറങ്ങട്ടെ. അപ്പോൾ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കയറ്റിടാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി കിടക്കട്ടല്ലേ. വണ്ടി സ്റ്റാർട്ടായി കിടക്കട്ടെ. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ ഞാൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ടെസ്റ്റിന്. എനിക്കൊന്ന് ഇത്തരം കിടക്കുന്ന വണ്ടിയെല്ലാം ടെസ്റ്റിനുള്ളതാണ്. ടെസ്റ്റ് കഴിഞ്ഞാണോ ഒരു പിടിയില്ല. എന്തായാലും നമുക്കിന്ന് ചോദിക്കാം. അപ്പം വണ്ടി ബാക്കിയെല്ലാം കണ്ടീഷനാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടെ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ വണ്ടി ഇങ്ങനെ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഉണ്ടാവും. നമ്മുടെ ഈക്കോ സെറ്റാണ്, ടെസ്റ്റെല്ലാം കിട്ടി. അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പം എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാരേജ് വരെ ഒന്ന് പോകണം. അവിടെ ഏതോ ഒരു വണ്ടി ടെസ്റ്റ് വർക്കിന് കിടപ്പുണ്ട്. ഒരു ബസ്സാണെന്ന് പറഞ്ഞത്, മഞ്ജു ട്രാവൽസിൻ്റെ ബസ്സാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് മിറർ ലാഗ് അടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ലെഫ്റ്റ് മിറർ ഒന്ന് ഓൺ ചെയ്തിട്ടായിരുന്നല്ലേ. അല്ല വേണ്ട. എന്താ വെച്ചാൽ ലെഫ്റ്റ് മിറർ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ബാക്ക് കാണാൻ പറ്റിയല്ല. ലെഫ്റ്റ് മിറർ ഓൺ ചെയ്താൽ ചിലപ്പോൾ സെൻറ്റർ മിറർ ഓണാവും.
അപ്പം ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഓണം. ബഗ്ഗൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം. റൈറ്റ് എടുത്ത് പോകുന്നതാണ് ഈസി ശരിക്കും പറഞ്ഞാൽ. മെയിൻ ജംഗ്ഷൻ വരെ കയറിപ്പോവാം. പക്ഷേ ഞാനിങ്ങനെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരേജിൽ കയറുന്നതുകൊണ്ടാണ്. പറപ്പിക്കാൻ നേരെ. അപ്പോൾ വീഡിയോസ് എല്ലാം ഇനി വരുന്നതായിരിക്കും. നെറ്റിൻ്റെ ക്ഷാമം കൊണ്ട് മാത്രം. ഇവിടെ വട്ടം കയറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് സിമുലേറ്ററിന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും ഞാനൊക്കെ. എൻ്റെ കൂടുതൽ വ്യൂസുള്ളൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് സിമുലേറ്ററാണ്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഗെയിമും കൂടി സജസ്റ്റ് ചെയ്യുക. ബെസ്റ്റ് സിമുലേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഉള്ളൊരു, മീൻസ് ഡേറ്റ നല്ല രീതിയിലുള്ളതുകൊണ്ട് എൻ്റെ ഫോണിന് അത് അത്ര പിടിക്കുകയില്ല. താങ്ങത്തില്ല ഫോൺ. അപ്പം ആക്ച്വലി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഗെയിമും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എൻ്റെ ഫോണത് പിടിക്കുകയില്ലടേ. എന്തായാലും പറത്തി വിടാം. നല്ല വളമാണേ. അങ്ങോട്ട് കയറുന്നില്ലെന്നല്ല, സെക്കൻഡ് ഇട്ടാൽ കയറും. ഒരുപാട് ഫ്യൂവൽ കത്തിക്കണം. പെട്രോളാണ്, പെട്രോൾ വേരിയൻ്റാണ് വണ്ടി. ഇപ്പോൾ അതെ കാല് കണ്ടോ വണ്ടി കയറിപ്പോണ കയറ്റം കണ്ടോ? കയറുന്ന കയറ്റം കണ്ടോ? ഉയ്യോ പണിപാളി. നമ്മൾ വലിയ കഷ്ടപ്പെട്ട് കയറുന്ന കയറ്റം കണ്ടാന്ന് പറഞ്ഞെന്ന് വെച്ചു കൊടുങ്ങിപ്പോയി ഗൈസ്. നമുക്കെന്തായാലും ലെഫ്റ്റാണ്. ഇനിയിപ്പോൾ അവനെ ഓവർടേക്ക് കിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അകത്ത് കിടക്കുന്ന വണ്ടിയാണ്. അതങ്ങനെ പൊളിഞ്ഞ് പാട്ട വണ്ടിയാണ്, തകരപ്പാട്ട. അതവിടെ വെറുതെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണമൊന്നുമില്ല. നമുക്ക് അവിടെ പോയി നോക്കാം. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ടെസ്റ്റ് വർക്കിൻ്റെ വണ്ടി. ടെസ്റ്റ് വർക്കിൻ്റെ ഇതാണോ? ഇതാണെന്ന് തോന്നുന്നു ടെസ്റ്റ് വർക്കിൻ്റെ. ഇതാണോ? ഇതല്ല ഗൈസ്, ഇതല്ല ടെസ്റ്റ് വർക്കിൻ്റെ. ഇതെന്തോ മെക്കാനിക്കൽ വർക്കാ. ക്ലച്ച് പണിക്ക് വന്ന വണ്ടിയാണ് ഇത്. ക്ലച്ച് ഫുള്ള് തീർന്നതാണ്. ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആ വണ്ടി മുന്നോട്ട് പോയില്ല. ക്ലച്ച് തീർന്നിട്ട് വണ്ടി അവിടെ തന്നെ നിൽക്കുക. അവസാനം കെട്ടി വലിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മുടെ ശേഖേന്ദ്ര മേശിരി. അപ്പോൾ പണ്ട് ഇന്ന് മേശിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടേ. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല, ലീവായിരുന്നു. അപ്പോൾ പുള്ളീനെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ശേഖേന്ദ്ര മേശരിയാണ്. അപ്പം ഇതാന്ന് തോന്നുന്നു, ഈ വണ്ടിയാന്ന് തോന്നുന്നു ടെസ്റ്റിനുള്ളത്. ഇപ്പോൾ നോക്കട്ടെ. ഇത് തന്നെ, ഇതും ടെസ്റ്റിനുള്ളതെന്ന് തോന്നുന്നു. ഇത് ടെസ്റ്റിനുള്ളതാണോ? അല്ല, ഇത് ടെസ്റ്റിനുള്ളതല്ല. അവിടെ കിടക്കുന്ന മറ്റേ വണ്ടിയാണുള്ളത് ടെസ്റ്റിന്. അവർ നമ്മുടെ ടീംസാണ്. ഇതേതോ വണ്ടിയാണ്. ഇത് എന്തിനു വന്നതെന്നറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീംസ് അല്ല. ഈ ഓറഞ്ച് ബസ് എന്ന് പറയുമ്പം നമ്മുടെ ആൾക്കാരല്ല, അത് ടെറർ ടീംസ്. അതുകൊണ്ട് നമ്മൾ അവരോട് പോകാറില്ല. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്, മഞ്ജു ട്രാവൽസ്. അപ്പം ഇവന്മാരെ നാളെ എങ്ങുണ്ടാന്നാണ് പറയുന്നത് കേട്ടെ. അപ്പോഴത്തെ വണ്ടി നമ്പർ ഉണ്ടോ? R60 എന്തെങ്കിലും ആട്ടെ. അപ്പം നല്ലൊരു നമ്പറാണ് അവരുടെ വണ്ടിയുടെ. എന്തല്ലേ ഗൈസ് മഴ. അപ്പം ഞാൻ എന്തായാലും ഓടപ്പോട്ടെ, ഓടി വണ്ടിയുടെ അടുത്തേക്ക് വിടാം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ് എല്ലാം